രാഷ്ട്രീയ പാർട്ടികളെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള ഉപാധിയായി മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. രാഷ്ട്രീയ പാർട്ടികളോട് ജനങ്ങൾക്ക് വൈകാരിക ആഭിമുഖ്യങ്ങളുണ്ടാകാം, അവരുടെ ആത്മനിഷ്ഠ ബോധ്യങ്ങളിൽ നിന്നുള്ള ഐക്യപ്പെടലുണ്ടാകാം. ഇതിനൊക്കെ അപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി നാടിൻ്റെ സമഗ്ര മുന്നേറ്റത്തിന് എങ്ങനെ ഉപകരണമായി മാറുന്നു എന്നത് മാത്രമായിരിക്കും കാലം വിലയിരുത്തപ്പെടുന്നത്. ചെങ്കൊടി പിടിക്കുന്ന ഒരു പാർട്ടി സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവസരങ്ങളുടെയും സാമൂഹിക പദവിയുടെയും സമ്പത്തിനെയും നീതിയുക്തമായ വിതരണത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്ന അളവുകോൽ കൂടി കരുതേണ്ടി വരും. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനവുമായ CPIM അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവതരിപ്പിക്കപ്പെടുന്ന നയരേഖയടക്കം എല്ലാറ്റിനെയും കാലം വിലയിരുത്തുന്നതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഫാസിസത്തിലേക്കുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പായുന്ന പോക്കിനെ പ്രതിരോധിക്കണം. മതരാഷ്ട്രവാദികളുമായി സമ്മേളിക്കുന്ന സാമുദായിക സ്വഭാവമുള്ള പാർട്ടികളുടെ പ്രവണതകളെ ഇല്ലായ്മ ചെയ്യണം. സ്വയം ശക്തി പ്രാപിക്കാൻ ശക്തി ദൗർബല്യങ്ങളെ ഇഴകീറണം. മുന്നിലുള്ള ഈ ദൗത്യങ്ങളെ കാണാത്ത മാധ്യമങ്ങളും വലിയൊരു പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നു. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി നിലവിലുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ നാമം മാത്രമായ അധികാരം മാത്രമുള്ള ഒരു സംസ്ഥാനത്തെ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി തയ്യാറാക്കിയ രേഖ നാടിൻ്റെ സമഗ്ര മുന്നേറ്റത്തിന് എത്ര കണ്ട് കരുത്തു പകരും എന്ന് നമുക്ക് പരിശോധിക്കാം. സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി കേരളത്തെ ആധുനിക മതേതര ജനാധിപത്യ വ്യവസായവൽകൃത സംസ്ഥാനമായി മാറ്റിയെടുക്കുമെന്ന് ഒരു നയരേഖയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെയും വരാൻ പോകുന്ന 24ാം പാർട്ടി കോൺഗ്രസിൻ്റെയും പശ്ചാത്തലത്തിൽ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മാനങ്ങളെക്കുറിച്ച് അതിൻ്റെ സമകാലിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം.